എല്ലാവർക്കും നമസ്കാരം. സുഭാഷിതം ചാനൽ കേരളത്തിലെ നിശബ്ദരായിട്ടുള്ള, ആരും ശ്രദ്ധിക്കാതിരിക്കുന്ന കുറേ ജനങ്ങളുടെ കുറേ അധികം പ്രശ്നങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. അത് ആശാ വർക്കേഴ്സ് ആവട്ടെ, അവരിപ്പോൾ സമരം ചെയ്യുന്നു, അവർക്കിപ്പോൾ ഒരു വലിയ പബ്ലിക് അറ്റൻഷൻ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ നമ്മുടെ സുഭാഷിതം ചാനലിൻ്റെ ഒന്നും വലിയ ആവശ്യമില്ല. എന്നാൽ അങ്കണവാടികൾ, കൃഷി തൊഴിലാളികൾ, ജീവനക്കാർ, തൊഴിലുറപ്പുകാർ, തൊഴിലുറപ്പ് ജീവനക്കാർ, അതുപോലെ തന്നെ കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധിയിലുള്ള പെൻഷൻകാർ, അങ്ങനെ ഒരുപാട് ആളുകളുടെ വിഷയങ്ങൾ ചെയ്യുന്നുണ്ട്. ഇവർക്കെല്ലാവർക്കും വേണ്ടിയിട്ടൊരു സുവർണ അവസരമാണ് സുഭാഷിതം ഒരുക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. അത് ഒരുപാട് ആളുകളുടെ ഡിമാൻഡ് വെച്ചിട്ടാണ് ഇങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടുള്ളത്. ഞങ്ങളുടെ ടീം എടുത്തൊരു തീരുമാനമാണ്. നിങ്ങളുടെ ആവലാതികൾ, പ്രശ്നങ്ങൾ ഒക്കെ ഞങ്ങളുടെ സുഭാഷിതം ചാനൽ വഴി ജനങ്ങളെ അറിയിക്കാൻ കഴിയുന്നതാണ്. നിങ്ങളുടെ ആളുകളെ അറിയിക്കാം, ജനങ്ങളെ അറിയിക്കാം, സർക്കാരിനെയും ഒക്കെ അറിയിക്കാൻ പറ്റും. പക്ഷേ അപ്പോൾ ഒരു പ്രശ്നമുണ്ട്. ഒരു സർക്കാരിൻ്റെ ഒരു കരാർ ജീവനക്കാരൻ അല്ലെങ്കിൽ പെൻഷൻ വാങ്ങുന്ന ഒരാൾ അവരുടെ ഐഡൻറ്റിറ്റി പറഞ്ഞാൽ, ഞാൻ ഇന്ന ആളാണ്, ഇന്ന സ്ഥലത്താണ്, ഇന്ന സ്ഥലത്ത് വർക്ക് ചെയ്യുന്നു, അല്ലെങ്കിൽ ഇന്ന സ്ഥലത്ത് നിന്ന് പെൻഷൻ പറ്റുന്നു പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ നിങ്ങൾക്ക് അത് പറയാനൊരു ഭയം കാണും. അല്ലെങ്കിൽ ഞങ്ങളങ്ങനെ പറഞ്ഞാൽ ഇനി വല്ല നടപടി വരുമോ? നടപടി വരില്ല, പക്ഷെ എന്നാലും ഒരു പേടി കാണും. അതുകൊണ്ട് ആരും, ഒരാൾ പോലും നിങ്ങളുടെ പേര് പറയരുത്, സ്ഥലം പറയരുത്, ഐഡൻറ്റിറ്റി പറയരുത്. ശബ്ദം വേണമെങ്കിൽ ചെറുതായിട്ടൊന്ന് നിങ്ങളുടെ സ്ഥിരം ശബ്ദത്തിൽ നിന്ന് ചെറിയൊരു ട്വിസ്റ്റ് വരുത്തിയാലും കുഴപ്പമില്ല. നമുക്ക് വിവരം ആളുകൾക്ക് കൊടുത്താൽ മതിയല്ലോ. ഇനി അഥവാ നിങ്ങൾക്ക് പ്രായോഗിക ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആ കാര്യങ്ങൾ എഴുതിയോ അല്ലാതെയോ നിങ്ങളുടെ ബന്ധുമിത്രാദികളോട് പറഞ്ഞിട്ടോ, സുഹൃത്തുക്കളോട് പറഞ്ഞിട്ടോ, അല്ലെങ്കിൽ സോഷ്യൽ ആക്ടിവിസ്റ്റുകളോട് പറഞ്ഞ് അവർ വോയിസ് ഇട്ടാലും മതി. പക്ഷെ സത്യമായിരിക്കണം വോയിസ്. ഞങ്ങളത് ക്രോസ് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമേ കൊടുക്കുകയുള്ളൂ. സത്യമായിരിക്കണം. ഞങ്ങൾ അതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ ചിലപ്പോൾ വിളിക്കും, ബന്ധപ്പെട്ട ആളുകളുമായി കോൺടാക്റ്റ് ചെയ്യും, എന്നിട്ട് ആ വോയിസ് കൊടുക്കുള്ളൂ. അതുകൊണ്ട് കള്ള വോയിസുകളൊന്നും ചുമ്മാ ആരെങ്കിലും കുറ്റം പറയാൻ, ഉദ്യോഗസ്ഥരെ കുറ്റം പറയാൻ, ഗവൺമെൻറ്റിനെ കുറ്റം പറയാൻ, രാഷ്ട്രീയ ആയുധമാക്കാൻ ഒന്നും, യൂണിയനെ കുറ്റം പറയാൻ ഒന്നും നിങ്ങൾ അയക്കരുത്. അതൊന്നും എടുക്കുന്നതല്ല. അതുകൊണ്ട് അയക്കുന്ന എല്ലാം എടുക്കാമെന്നൊരു ഗ്യാരണ്ടി ഇല്ല. പക്ഷേ അയക്കുന്നതിൽ ജെനുവനായിട്ടെന്ന് തോന്നുന്നത്, ശരിയെന്ന് തോന്നുന്നത്, കറക്റ്റ് എന്ന് തോന്നുന്നത് കൃത്യമായി സുഭാഷിതം ചാനൽ വഴി ഞങ്ങൾ പുറത്തു കൊടുക്കും. ഞങ്ങൾ തൊഴിലുറപ്പുമായി ബന്ധപ്പെടുത്തിയ ഒരു വിഷയം ഇതുപോലെ ഞങ്ങൾക്ക് കിട്ടി, ഞങ്ങളത് പുറത്തു കൊടുത്തു. അത് 87,000-ലധികം ആളുകളാണ് കണ്ടിരിക്കുന്നത്. വലിയ വൈറലായിട്ടുണ്ട്. അങ്കണവാടികളിൽ നിന്നും ഇങ്ങനെ ഒരു ഡിമാൻഡ് കൂടി വന്നിട്ടുണ്ട്. വർക്കർമാർ, ഹെൽപ്പർമാരിൽ നിന്ന് തീർച്ചയായും ഞങ്ങൾ കൊടുക്കാൻ തയ്യാറാണ്. അതുകൊണ്ട് ഞങ്ങളുടെ വാട്സപ്പ് നമ്പർ ഇതിനകത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ 2 നമ്പറുണ്ട്. ഒന്ന് ഗൂഗിൾ പേ നമ്പറുണ്ട്, 2 വാട്സപ്പ് നമ്പറുണ്ട്. രണ്ടും ഇപ്പോൾ വാട്സപ്പ് ആയിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഏത് നമ്പറിൽ അയച്ചാലും നമുക്കിത് കിട്ടും. നിങ്ങൾ അയച്ചു തരിക. പക്ഷേ വോയിസ് ഒരു 5 മിനിറ്റ്, മാക്സിമം 5 മിനിറ്റിനപ്പുറം വോയിസ് പോകരുത്. നിങ്ങളുടെ പ്രശ്നം, പക്ഷേ കുഞ്ഞു കാര്യങ്ങൾ, നിങ്ങളുടെ കൊച്ചു കാര്യങ്ങൾ നിങ്ങൾ ഇതിനകത്ത് ഇടരുത്. പെൻഷൻ കിട്ടുന്നില്ല, അങ്ങനത്തെ കുഞ്ഞു കാര്യങ്ങൾ ഇടരുത്. പക്ഷേ വളരെ പ്രധാനമായ നിങ്ങളുടെ പീഡനങ്ങൾ, നിങ്ങൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, മറ്റുള്ളവർ അറിയണമെന്ന് നിങ്ങൾക്ക് താല്പര്യമുള്ള വിഷയങ്ങൾ, പ്രായോഗികമല്ലാത്ത നിർദ്ദേശങ്ങൾ, ഇവയെല്ലാം നിങ്ങൾ ദയവായി ഞങ്ങളെ അറിയിച്ചാൽ തീർച്ചയായും അത് കൃത്യമായി ഞങ്ങൾ പ്രക്ഷേപണം ചെയ്യുന്നതാണ്. അത് കേൾക്കേണ്ടവർ കേൾക്കട്ടെ, കാതുള്ളവർ കേൾക്കട്ടെ, കണ്ണുള്ളവർ കാണട്ടെ, ബായുള്ളവർ ശബ്ദിക്കട്ടെ, ചിന്താശക്തിയുള്ളവർ പ്രതികരിക്കട്ടെ.